കേരളം ആർക്ക് വോട്ട് ചെയ്തു എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. പക്ഷേ വോട്ടെണ്ണും മുൻപേ UDF ക്യാമ്പിൽ ഇപ്പോൾ നടക്കുന്നത് അങ്കത്തട്ടിലെ പോരാട്ടമല്ല. അത് കസേരയ്ക്ക് വേണ്ടിയുള്ള കണ്ണായ കളി തന്നെയാണ്. വോട്ടെണ്ണും മുൻപേ കസേര ഇട്ടു കഴിഞ്ഞു. വിരിയും മുൻപേ പൂവിനെ മോഹിക്കുന്നവർ. ആര് വാഴും, ആര് വീഴും? ദില്ലിയിലെ ചാണക്യന്മാർ വിയർക്കുകയാണ്. കേരളത്തിലെ പടക്കുതിരകൾ കുതിക്കുകയാണ്. അതെ, UDF ക്യാമ്പിൽ ഇപ്പോൾ നടക്കുന്നത് അങ്കത്തട്ടിലെ പോരാട്ടമല്ല, മറിച്ച് കസേര കളിക്ക് വേണ്ടിയുള്ള മ്യൂസിക്കൽ ചെയർ മത്സരമാണ്. പെട്ടി പൊട്ടിക്കട്ടെ എന്ന് ഹൈക്കമാൻഡ് പറയുമ്പോൾ പെട്ടിയിലുള്ളത് എന്റേതാണ് എന്ന് നേതാക്കൾ അടിവരയിടുന്നു. ആരാണ് ആ ഭാഗ്യവാൻ? വീഡിയോ KCയോ അതോ മൗനത്തിലിരിക്കുന്ന രമേശ് ജിയോ? എന്തായാലും കഴിഞ്ഞ 5 വർഷം സഭയിൽ ആഞ്ഞടിച്ച VD സതീശൻ ഇപ്പോൾ വായുവിൽ വിരൽ ചൂണ്ടി നിൽക്കുകയാണ്. വോട്ടെണ്ണൽ മെയ് 4-നാണെങ്കിലും സതീശൻ അനുയായികൾക്ക് അത് ഏപ്രിൽ 1 പോലെയാണ്. സോഷ്യൽ മീഡിയയിൽ ക്യാപ്റ്റൻ സതീശൻ എന്ന പോസ്റ്ററുകൾ പ്രവഹിക്കുന്നു. ഇദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ യാര് എന്ന ചോദ്യത്തിനു മുൻപിൽ ഹൈക്കമാൻഡ് പോലും ഒന്ന് പകച്ചു നിൽക്കുകയാണ്. മറുവശത്ത് KC വേണുഗോപാൽ എന്ന കരുത്തൻ. സുധാകരന്റെ അനുഗ്രഹം വാങ്ങി ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ റൺവേ ഒരുക്കുകയാണ് KC. പക്ഷെ ഇവിടെ സതീശൻ ഫാൻസ് പാരച്യൂട്ട് വിടർത്തി നിൽക്കുകയാണെന്ന് മാത്രം. വോട്ടെണ്ണും മുൻപേ മുഖ്യമന്ത്രി KC എന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റ് യുദ്ധം നടത്തുന്നവർ കോൺഗ്രസിനെ പടുകുഴിയിൽ വീഴ്ത്തുമോ എന്ന ആശങ്കയിലാണ് ചില മുതിർന്ന നേതാക്കൾ. എന്നാൽ ഇതിന്റെ ഉള്ളിൽ സൈലന്റ് കില്ലറായി രമേശ് ചെന്നിത്തലയുമുണ്ട്. തർക്കം മൂത്താൽ ഭാഗ്യം തെളിയുന്നത് ഈ സൈലന്റ് മോഡിൽ ഇരിക്കുന്ന നേതാവിനാകുമോ? ഏതായാലും ഇതിനിടയിൽ മുസ്ലിം ലീഗ് ക്യാമ്പിലെ കാഴ്ച അതിഗംഭീരമാണ്. വോട്ട് ചെയ്ത ജനങ്ങൾ നോക്കി നിൽക്കെ വോട്ടെണ്ണും മുൻപേ കപ്പൽ പിടിക്കാൻ ഓടുന്ന കോൺഗ്രസ് നേതാക്കളെ കണ്ട് കുഞ്ഞാലിക്കുട്ടിയും സംഘവും വല്ലാതെ അസ്വസ്ഥരാണ്. പടച്ചവനെ, ഇതൊന്ന് ജയിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ലീഗ് നേതാക്കൾ പച്ചക്കൊടിയുമായി നെടുവീർപ്പിടുന്നു. അല്പം അടങ്ങൂ സുഹൃത്തുക്കളെ എന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ലീഗ് നേതൃത്വം. ഇതോടൊപ്പം ദില്ലിയിൽ നിന്നുള്ള അവസാന സന്ദേശം വന്നിരിക്കുകയാണ്. ദീപാദാസ് മുൻഷിയും സണ്ണി ജോസഫും മിണ്ടരുത് എന്ന് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും നേതാക്കൾ വാ തുറക്കാതെ തന്നെ അണികൾ അടി തുടങ്ങിക്കഴിഞ്ഞു. മെയ് 4-ന് ഹൈക്കമാൻഡ് പ്രതിനിധികൾ വരുമ്പോൾ കേരളം ഒരു യുദ്ധക്കളമാകുമോ അതോ ഒരു മഞ്ഞുരുക്കമാകുമോ? എന്തായാലും ഒന്നുറപ്പാണ്, വോട്ടെണ്ണൽ കഴിയുമ്പോൾ MLA-മാർ കൈ പോക്കും. പക്ഷെ ആരുടെ കൈ പിടിച്ചാണ് ഹൈക്കമാൻഡ് കൈ ഉയർത്തുക? നമുക്ക് കാത്തിരിക്കാം ഈ കസേര കളിയിൽ ആര് ഔട്ടാകുമെന്ന്.